ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൗരി കൃഷ്ണൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു വ്ലോഗ് തുടങ്ങുന്നത് രാത്രിയാണ്. സാധാരണ എപ്പോഴും ഞാൻ പകലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്ര പോകുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തിനാണ് കൂടെ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ളൂ. അമ്മയച്ചനും റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ നമുക്ക് ഏകദേശം 8:30 ഇവിടെ നിന്ന് ട്രെയിൻ എടുക്കുന്നത്. അപ്പം നമ്മൾ പോകുന്നത് വഴിയേ പറയാം. കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ പോകണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചൊരു സ്ഥലമായിരുന്നേ. അങ്ങനെ ഇതിങ്ങനെ മനസ്സിൽ ആ ഒരാഗ്രഹം ഇങ്ങനെ ഇരിക്കുകയാണ്. 1-2 പേര് എന്നെ കണ്ടപ്പോഴത്തേക്കും ഗൗരി ഒന്ന് അവിടം വരെ പോയിട്ട് വരൂ, എന്തായാലും ഇപ്പം ഫ്രീ ആയിട്ടുള്ള ടൈം അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി യെസ്, ഇറ്റ്സ് ടൈം ടു ഗോ. അപ്പോൾ ഇതാ ട്രെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ യാത്രകൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അതൊന്ന് ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിയത്. ആക്ച്വലി ഇതൊരു ഡാർക്ക് ചോക്ലേറ്റാണ്, 70% കൊക്കോ ഡാർക്ക് ചോക്ലേറ്റ്, ഗാലക്സിയുടെ. വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു, ജീവിതം പോലെ തന്നെ കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നേരം വെളുത്ത് വരുന്നൊരു സമയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു സമയമാണ്. നല്ല വെളുപ്പിന് AC കമ്പാർട്ട്മെൻറ്റിലിരിക്കണം, ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോൾ അതാ ഏകദേശം നമ്മളെ സ്ഥലം എത്തിക്കഴിഞ്ഞു. തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട് ഇവിടെ ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളാണ്. എനിക്ക് ശരിക്കും ഞാൻ മിസ് ചെയ്തു. ഞാൻ ഓർത്ത് പകലുള്ള ഏതെങ്കിലും ട്രെയിൻ എടുത്താൽ മതിയായിരുന്നു എന്ന്. കാരണം ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ മിസ്സാകും. രാത്രിയാകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ഐ റീച്ച്ഡ് പളനി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പളനിയിൽ അവസാനമായി പോകുന്നത് ഏകദേശം ഒരു 10-11 വർഷം മുമ്പാണ്. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങി. നല്ലൊരു ഗോൾഡൻ ലൈറ്റായിരുന്നു, നല്ലൊരു ഭംഗി. പിന്നെ ഞാൻ അവിടെ നിന്നൊരു അട്ടർ ഫ്ലോപ്പ് ചായ കുടിച്ചു. ഇനി നമുക്കൊരു ഓട്ടോ എടുത്ത് നമ്മളുടെ ഹോട്ടലിലേക്ക് പോയി. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, നമുക്കറിയില്ലല്ലോ. ഒന്നാമതിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. ചിലരൊക്കെ ഇതാ ഈ കുതിരവണ്ടിയിൽ കയറുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതൊട്ടും മെൻ്റലി ഞാൻ ഓക്കെ അല്ല. അതിനെക്കൊണ്ടിങ്ങനെ വെയിറ്റ് വലിപ്പിക്കുന്നത് എനിക്കിങ്ങനെ വിഷമം വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു അല്ലേ? ഈ ആനിമൽസിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ട്. നമുക്കിപ്പം പണ്ട് വണ്ടി ഇല്ലായിരുന്നു, ഇപ്പം എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഈ ആനിമൽസിനെ ഇട്ട് ദ്രോഹിക്കുന്നത് എന്ത് മൈൻഡാണെന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്ക് ഏറ്റവും വിഷമമുള്ള തേക്കടിയിലൊക്കെ പോകുമ്പോൾ ഈ ആനകളുടെ പുറത്ത് സഫാരി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പം ഒക്കെ അവരുടെ അവസ്ഥ ലൈക്ക് ഈ വെയിറ്റ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അതൊക്കെ ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു ഷേപ്പിലൊക്കെ ആയി പോയിട്ടുണ്ട് ആ എലിഫൻസൊക്കെ. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. അവരെന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. റൂം തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് അതിന് റൂം തരുന്നില്ല. പിന്നെ ഞാൻ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗണപതിയെ കണ്ടു. ഗണപതിയുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴാണ് ആ സൈഡിലുള്ള ആ ഒരു പെട്ടിയൊക്കെ ഭയങ്കര നല്ല ഭംഗിയായിട്ട് തോന്നി. എൻ്റെ മുറിയിൽ നിന്ന് കേട്ടൻ മാറ്റിയാൽ നമുക്ക് പളനി മല കാണാം കേട്ടോ. ഞാൻ ഈ റൂം ബുക്ക് ചെയ്തത് ഈ ഹിൽ വ്യൂ എന്നൊക്കെ ഉള്ള ഒരു ഇത് കണ്ടുകൊണ്ടാണ്. പക്ഷേ ആ ഉദ്ദേശിച്ചൊരു വ്യൂ എന്തായാലും ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോയി തൊഴാം. ഞാൻ ഇന്ന് ഈ സാരി കൊടുക്കുന്നു. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു സാരിയുടെ ബ്ലൗസൊക്കെ എനിക്ക് കയറാതെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഈ ഒരു കളറും ഭയങ്കര ഇഷ്ടമാണ്, ഒരു കരിമ്പച്ച കളർ. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മല കയറാം. എന്തായാലും ഞാനൊരു കുഞ്ഞു കടയിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നെയ് റോസ്റ്റും ചട്നിയൊക്കെ കഴിക്കാനൊരു കൊതി. അപ്പോൾ ഇതാ നെയ് റോസ്റ്റ്, തക്കാളി ചട്നി, പിന്നെ വെള്ളച്ചമ്മന്തി, ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. എനിവേ ഐ എം ഹാപ്പി. പിന്നെ ഒരു കേക്ക് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തു. ഈ കേക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. കാരണം എൻ്റെ അമ്മ കൊച്ചിലെ ഉണ്ടാക്കി തരുമായിരുന്ന ഒരു കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു ഇതിന്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടാണ് പോയത്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇലക്ട്രിക് ഫ്രീ കാർസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ തമിഴ്നാട് എന്തൊരു കളർഫുള്ളാണല്ലേ. നിങ്ങൾ ആ മതിലിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഒന്ന് നോക്കി.
ഞാൻ മല കയറിയ ടൈം ഏകദേശം ഒരു 10:30-11 മണി സമയമാണ്. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. സൺഡേ ആയതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 3.5-4 മണിക്കൂർ എടുത്ത് ഞാൻ ഫുള്ള് തൊഴുതിറങ്ങി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നന്നായിട്ട് ദർശനം കിട്ടി. കുറച്ച് നേരം എനിക്ക് ഭഗവാനെ നോക്കി നിൽക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരിക്ക് കുടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ തിമ്മയ്യൻ്റെ തത്തയൊക്കെ ഉണ്ട്, പക്ഷേ കരിമ്പൻ ജ്യൂസ് എല്ലായിടത്തും ഉണ്ട്. ഒരു കരിക്ക് എനിക്ക് കിട്ടുന്നേ ഇല്ല. ഞാനതിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവസാനം ഐ ഫൗണ്ട് എ കരിക്ക് സ്റ്റോർ. ശരിക്കും പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചേച്ചി കരിക്കെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആരോടൊക്കെയോ നിന്ന് കഥാപ്രസംഗം പറയുകയാണ്. അവസാനം ഞാൻ നിവർത്തി കെട്ട് ചേച്ചിയോട് ഒന്ന് വെട്ടിത്താ ചേച്ചി വയ്യാന്ന് പറഞ്ഞു. നമുക്ക് കരിക്ക് കുടിച്ചിട്ട് നേരെ പോകേണ്ടത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എനിക്ക് ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുക്കണം. നാട്ടിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ പൂച്ച പട്ടീനെയൊക്കെ പോയി പിടിക്കും, അത് തിരിച്ച് മാന്തും, അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം തമിഴ്നാടായതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഇന്നത്തെ കഥാപാത്രം ഒരു കുരങ്ങനാണ്. അത് മാന്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, 99% ഉറപ്പാണ്. പക്ഷേ ഒരു 1% എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിങ്ങനെ മല കയറിക്കൊണ്ടപ്പം എൻ്റെ മുന്താണിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു. ഞാനൊരു കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. എൻ്റെ പേടി കണ്ടിട്ട് അതും പേടിച്ചു. അപ്പോൾ ഞാൻ കാവടി ഇങ്ങനെ അറിയാണ്ട് അതിൻ്റെ നേരെ വീശി. അപ്പോൾ കാവടിയിൽ ഒത്തിരി ഈ കമ്പികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിലെന്തോ ഇങ്ങനെ വരഞ്ഞതാണ്. ചെറിയൊരു പോറലേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ പാനിക് ആയതുകൊണ്ട് എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നല്ലൊരു വെജിറ്റേറിയൻ ഊണൊക്കെ കഴിച്ച് റൂമിലെത്തി. ഞാനൊരു 3:30 ഒക്കെ ആയപ്പം നല്ലൊരു ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ട് കുടിച്ചൊന്ന് റിഫ്രഷ്ഡായി. കുറച്ച് നേരം ഇനിയൊന്ന് ഉറങ്ങട്ടെ. ഈവനിങ് ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പളനി മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. തമിഴ്നാട്ടിൽ വന്നാൽ എനിക്ക് ഏറ്റവും കാണാനിഷ്ടം ഇവരുടെ ടെമ്പിൾസും പിന്നെ വഴിയിലൊക്കെ നിറച്ചിരിക്കുന്ന ഈ പൂക്കളുമാണ്. കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒന്ന് തൊഴാൻ പോയാലെന്ന് തോന്നിയിട്ട് ഞാൻ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. ട്രെയിനിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ക്യൂ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞൊരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ട്രെയിനിൽ പോകാം. പക്ഷേ അത്രയും സമയമില്ല. ഞാനൊരു 15-20 മിനിറ്റ്സിൽ വീണ്ടും പടി കയറി ഭഗവാനെ നന്നായിട്ട് തൊട്ടു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഞാനൊരു ഭഗവാന് പാലാഭിഷേകം നടത്താൻ പാലുമായിട്ടാണ് പോയത്. പക്ഷേ അവർ പറഞ്ഞു സമയം കഴിഞ്ഞു, ഇനി ചെയ്യില്ല. പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു, ദൈവമേ അതെന്താ. പക്ഷേ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പം പെട്ടെന്നൊരു പോറ്റി വന്നിട്ട് പറഞ്ഞു സാരമില്ല, പാലിങ്ങി തന്നു, നാളെ രാവിലത്തെ അഭിഷേകത്തിന് എടുത്തോളാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അദ്ദേഹം അകത്ത് പോയി ഭഗവാന് പ്രസാദമായിട്ട് വെച്ചിരുന്ന പൂക്കളും വലിയൊരു കൂട് ഭസ്മവും ഒക്കെ എനിക്ക് കൊണ്ടു തന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ഭഗവാൻ ഞാൻ വന്നതിൽ ഹാപ്പി ആയി എന്ന് നമുക്ക് തോന്നുമല്ലോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് ബ്ലെസ്ഡായിട്ട് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചേ ഇവിടെ മെയ് മാസത്തിലാണ് ക്രിസ്മസും. കണ്ടോ, ഇവരെ കണ്ട് പെട്ടെന്ന് സാന്താക്ലോസിനെ പോലെ തോന്നില്ലേ. അങ്ങനെ കുറച്ച് നേരത്തെ ഷോപ്പിങ്ങും കറക്കവും ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ സീ യു നെക്സ്റ്റ് മോർണിംഗ്. ഇന്നെനിക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിൻ ഈവനിങ് ആണ്. സോ അതുവരെ നമുക്ക് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പളനിയിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. ചമ്മന്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഈ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. നല്ല വാഴ ഇലയിലൊക്കെ ആയിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്തത്.
ഈ ഒരു ഫിൽറ്റർ കോഫിയുടെ സ്മെല്ല് വാവ്. നോർമലി ഞാനങ്ങനെ ഒരു ഉഴുന്നുവടയോ പരിപ്പടയോ ഒന്നും കഴിക്കുന്നൊരു ആളല്ല കേട്ടോ. എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല, ഇതെൻ്റെ ഫേവറേറ്റ്സിലുള്ളതല്ല. പക്ഷേ ഇന്നെന്തോ ഈ ചമ്മന്തിയൊക്കെ കണ്ടപ്പോഴത്തേക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഞാൻ 3 ചമ്മന്തിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചു. ഓഫ്, ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. 3 ചമ്മന്തി ഒരുമിച്ച് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഓരോ ചമ്മന്തിയുടെ കൂടെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് എവിടെയാണോ പോകുന്നത് അവിടുത്തെ ഒത്തൻറ്റിക് ടേസ്റ്റുകളും ഡിഷുകളും ഒക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത്. ചിലർക്ക് പുതിയ പുതിയ ടേസ്റ്റ് മീൻസ് ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നം, ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെയും അങ്ങനെ പുതിയ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴൊന്നും എനിക്കങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര ചെയ്യുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, അതോടൊപ്പം അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. ഇത് രണ്ടും എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട്ടിലെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് എപ്പോഴും. ഈവൻ നോൺ വെജസിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇവിടെ. ആന്ധ്രയിൽ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടും അതിൻ്റേതായ ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇവരുടെ മട്ടൻ കുളമ്പാണ്. മട്ടൻ ഇവിടെ കുറച്ചും കൂടെ ഒരു എന്തോ ഇവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ളൊരു ഡിഷാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടുതലും ഹോട്ടൽസിലും മട്ടൻ ഡിഷസ് കൂടുതലാണ്. ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചീറ്റിപ്പോയെങ്കിലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് സൂപ്പർ ഡെലീഷ്യസ്. അങ്ങനെ ഞാനൊരു കേസരിയൊക്കെ കഴിച്ച് അത് ഫിനിഷ് ചെയ്തു. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതിനുവേണ്ടി ഞാൻ ഇന്നലെ മുതലേ യൂട്യൂബ് മുഴുവൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ഒരു കട. വല്ലാത്തൊരു പേരാണ്, നളൻ സുധന്തിര ഭവൻ. ഭയങ്കര റിവ്യൂസ് കണ്ടിട്ട് എന്തായാലും ഞാൻ ഉറപ്പിച്ചു ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവിടെ നിന്ന് മതി. ഇവിടെ മിക്ക ഹോട്ടൽസിലും വാഴയിലാണ് കേട്ടോ ഫുഡ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആദ്യം വിളമ്പിയതെല്ലാം വെജിറ്റേറിയൻ കറികളാണ്, പിന്നെ ഈ വൈറ്റ് റൈസാണ് ഇവിടെ. നോൺ വെജ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പം അവരൊരു ട്രേ ഫുൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. ഈ ഒരു മട്ടൺ ബോൾസും മട്ടൺ കറിയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഇത്രയും ഞാൻ ഓർഡർ ചെയ്തേ. ഈ കാണുന്ന മട്ടൺ ബോൾസിന് ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം കണ്ട ആ ഇലക്കറി അട്ടർ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിപ്രസ്ഡായി. പക്ഷേ എൻ്റെ ഫോക്കസ് മുഴുവൻ നോൺ വെജിലാണ്. ആദ്യം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റിവ്യൂ കണ്ട ഈ ഒരു മട്ടൺ ബോൾസ് ട്രൈ ചെയ്തു. സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി. എല്ലാവരും എന്നെ നോക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്രഷൻ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ പച്ചിലയൊക്കെ കൊണ്ട് എനിക്ക് തോന്നിയത് എന്തോ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും സംഭവമായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ഫിഷ് കറി ട്രൈ ചെയ്തു. ഫിഷ് കറി നല്ലതായിരുന്നു, കുറച്ച് എരിയും പുളിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫിഷിനൊരു ടേസ്റ്റ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ കടൽ മത്സ്യമല്ലായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്ലെസ് ഫിഷായിരുന്നു. പക്ഷേ കറി നല്ലതായിരുന്നു. ഇത്രയും സാധനം ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടൺ കറിയും ചിക്കൻ്റെ പെരട്ടുമായിരുന്നു. ഫിഷ് ആവറേജ് എന്നേ ഞാൻ പറയുന്നുള്ളൂ, കാരണം ഇനി ഫിഷിന് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ മട്ടണും ചിക്കൻ പെരട്ടും വാസ് സോ ഗുഡ്. പക്ഷേ യൂട്യൂബിൽ കൊടുത്ത ഹൈപ്പിന് വേണ്ടിയിട്ടുള്ളതൊന്നുമില്ലായിരുന്നു കേട്ടോ. ഒന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇച്ചിരി ഡിപ്രസ്ഡാണ്. എൻ്റെ മുഖത്തത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ അങ്കിൾമാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗുഡ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു മട്ടൻ്റെ സാധനം, കണ്ടോ പച്ചിലയൊക്കെ ഉണ്ട്. അതായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ്. അങ്ങനെ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇപ്പോഴാണ് തോന്നുന്നു വിഷു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവർ AC വെയിറ്റിംഗ് റൂം 2:30 തുറക്കുകയുള്ളൂ. പിന്നെ ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. അവിടെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. വെയിറ്റിംഗ് റൂം തുറക്കുന്നത് വരെ അദ്ദേഹം എനിക്ക് കമ്പനി തന്നു. പിന്നെ ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒരു അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു. ട്രെയിൻ 1 അവർ ലേറ്റ് ആയതുകൊണ്ട് ബോറടി മാറ്റാൻ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു. എത്ര പേർക്ക് ഈ ബിസ്ക്കറ്റ് ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്, പ്രത്യേകിച്ച് 90s കിഡ്സിന്. പണ്ട് സ്കൂളിൽ അമ്മ തന്നു വിടുന്ന ബിസ്ക്കറ്റായിരുന്നു ഇത്. എത്ര
പേര് ഇതിങ്ങനെ തുറന്നിട്ട് ആദ്യം ഈ ക്രീം ഇങ്ങനെ കഴിച്ചിട്ട് ഈ ബിസ്ക്കറ്റ് കഴിക്കും. എനിക്ക് തോന്നുന്നു 90s കിഡ്സിലെ മിക്കവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പോസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി മൈ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ഇതല്ലേ, ഇത് മറ്റേ കാർഗോ ആണ്. അങ്ങനെ ഈ ഒരു 2 days നന്നായിട്ട് ഞാൻ ഒന്ന് എന്താ പറയുക റിലാക്സ്ഡായി. നല്ലൊരു യാത്രയായിരുന്നു. നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല ഫുഡ്. 1-2 ഫ്ലോപ്പായിരുന്നത് ഒഴിച്ച്. അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് മെമ്മറീസൊക്കെ കളക്ട് ചെയ്ത് ഐ എം ബാക്ക് ടു മൈ ഹോം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.